ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. VO എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ കമൻറ്റ് ബോക്സിൽ കൂടുതലായി വന്ന 2 കമൻറ്റുകളാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ കൂടുതലായി വരുന്ന കമൻറ്റ് VO എക്സാം തീയതി എന്നാണ് എന്നതാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയുടെ തീയതി PSC ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്കിലും ഏകദേശം പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് എന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2019 ജനുവരി മാസത്തിലാണ് നിങ്ങളൊക്കെ VO എക്സാമിന് അപേക്ഷ സമർപ്പിച്ചത്. സാധാരണ PSC നടത്തുന്ന എല്ലാ പരീക്ഷകളും അപേക്ഷ ലഭിച്ച് 6 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് നടത്താറുള്ളത്. കൂടാതെ VO തസ്തികയ്ക്ക് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളതിനാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. 2019 മാർച്ച് മാസത്തിൽ വരെ പല ജില്ലകളിലും നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് നടത്തിയിട്ടുള്ളതായി PSCയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തേണ്ട സാഹചര്യം നിലവിൽ ഇല്ലാത്തതിനാലും മറ്റനേകം തസ്തികകളിൽ അടിയന്തരമായി പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതിനാലും ഉടനെ VO എക്സാം PSC നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ 2019 തന്നെ PSC VO എക്സാം നടത്തിയേക്കാം. എന്നാൽ അത് 2019 അവസാന മാസങ്ങളിലോ ചിലപ്പോൾ 2020 ആദ്യ മാസങ്ങളിലോ നടത്താനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും ഒരു 6 മാസം കൂടി ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എനിക്ക് ലഭിച്ച 2ാമത്തെ കമൻറ്റ് VO എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങിയാൽ ജോലി കിട്ടുമോ അതോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ള കമൻറ്റുകളാണ്. എന്തുകൊണ്ട് കിട്ടില്ല? അടിസ്ഥാന പൊതുവിജ്ഞാനം നേടിയിട്ടുള്ള ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് ഇനിയുള്ള 6 മാസം കഠിന പ്രയത്നം ചെയ്താൽ ഈസിയായി VO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുമോ, ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ള സംശയങ്ങൾ സ്വയം മാറ്റുക എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റി ആദ്യം പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കൂ. ഈ വരുന്ന VO എക്സാം ഞാൻ നന്നായി പഠിച്ച് എഴുതുമെന്നും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 100-നുള്ളിൽ ഇടം നേടുമെന്നും ഒരു ഉറച്ച തീരുമാനം ആദ്യം തന്നെ നിങ്ങൾ എടുക്കണം. പല നെഗറ്റീവ് ചിന്താഗതികളും പ്രതിസന്ധികളും ഇതിനിടയിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതിലൊന്നും തന്നെ നിങ്ങൾ പതറാൻ പാടില്ല. പ്രതിസന്ധികളും പോരായ്മകളും ഇല്ലാത്തവരായി ആരും തന്നെ കാണില്ല. നിങ്ങളെക്കാൾ കൂടുതൽ പ്രതികൂല സാഹചര്യമുള്ള എത്രയോ ഉദ്യോഗാർത്ഥികൾ അവയൊക്കെ തരണം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നു. നമ്മൾ ഒരു ലക്ഷ്യം നേടിയെടുക്കുമെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്താൽ ഒരു പ്രതിസന്ധിക്കും നമ്മളെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ സാധിക്കുകയില്ല. അതിനായി ആദ്യം വേണ്ടത് ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. വെറുതെ ഇത്തരം ആവശ്യമില്ലാത്ത ആശങ്കകളും സംശയങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കാതെ കിട്ടുന്ന സമയം പാഴാക്കി കളയാതെ പഠിക്കാൻ ശ്രമിക്കുക. റാങ്ക് ലിസ്റ്റിൽ വരുന്നതും ജോലി കിട്ടുന്നതുമെല്ലാം പിന്നീടുള്ള കാര്യങ്ങളല്ലേ. എന്തിനു വെറുതെ അതൊക്കെ ചിന്തിച്ച് മനസ്സ് വേവലാതിപ്പെടുത്തുന്നത്? ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തെന്നാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി എത്രയോ GK ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 10,000 ചോദ്യങ്ങളെങ്കിലും പഠിച്ചിട്ടാണല്ലോ നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യവശാൽ അന്നത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ച ഈ 10,000 ചോദ്യങ്ങളിൽ നിന്നാണെങ്കിലോ? ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും അവരുടേതായ ഒരു ദിവസമുണ്ടാവും. ചില പരീക്ഷകൾ മോശമായി പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കഷ്ടപ്പാടും കഠിനാധ്വാനവും അതോടൊപ്പം ഭാഗ്യവും കൂടി അനുകൂലമായ ഒരു ദിനം നിങ്ങൾക്കുണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇനിയുള്ള ദിവസങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുക. നിങ്ങളെ സഹായിക്കാനായി GK വിഭാഗത്തിൽ നിന്നും മുഴുവൻ ടോപ്പിക്കുകളുടെയും വിഷയാടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ പരീക്ഷയ്ക്ക് മുമ്പ് ലഭ്യമാക്കാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നതാണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു.